الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا غشيهم موج كالظلل دعوا الله مخلصين له الدين فلما نجاهم إلى البر فمنهم مقتصد وما يجحد بآياتنا إلا كل ختار كفور. സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കാൻ നാം ഈ ഒത്തുചേർന്നത് അനുഗ്രഹീതമായ ഒരു സദസ്സായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിഷയമായ തൗഹീദ് സംബന്ധിച്ച പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ മനസ്സിലാക്കി. അല്ലാഹു വിശ്വാസികളായ നമ്മോട് ആവശ്യപ്പെടുന്നത്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും ആവശ്യപ്പെട്ടത് ആരാധന അല്ലാഹുവിനെ മാത്രമാക്കണം എന്നതാണ്. ആരാധനയിൽ ഏറ്റവും പ്രധാനമായത്, ആരാധനയുടെ മജ്ജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് പ്രാർത്ഥനയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. മറ്റൊരു റിപ്പോർട്ടിൽ പ്രവാചകന്റെ വചനമായി വന്നത് അദ്ദുആഉ മുഖുൽ ഇബാദ, ആരാധനയുടെ മജ്ജയാണ് പ്രാർത്ഥന എന്നാണ്. ഏത് റിപ്പോർട്ട് അനുസരിച്ചും വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ അനുസരിച്ചും ഒരു മനുഷ്യൻ അല്ലാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഏത് കർമ്മവും അത് ആരാധനയായി രൂപപ്പെടുന്നത് അതിൻ്റെ പ്രധാന ഘടകം അവൻ്റെ മനസ്സിലുള്ള പ്രാർത്ഥനയാണ്. ഈ ചെയ്യുന്ന കാര്യം സ്വീകരിക്കപ്പെടണം, അതിന് പ്രതിഫലം ലഭിക്കണം, സ്വർഗം കിട്ടണം, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കണം. ഇത്തരത്തിൽ നിഷ്കളങ്കമായ ഒരു പ്രാർത്ഥന ചേരുമ്പോഴാണ് ഏതൊരു കർമ്മവും ഇബാദത്തായി മാറുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയാണ് ആരാധനയുടെ മുഖ്യമായ ഘടകം. അതിൻ്റെ പ്രവർത്തന രൂപങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ടാകാം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അടിസ്ഥാനപരമായി മുസ്ലിങ്ങളോട്, ലോക ജനതയോട് പ്രഖ്യാപിച്ചൊരാദർശമുണ്ട്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ നാഥനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, ആരെയും അക്കാര്യത്തിൽ അല്ലാഹുവിനോട് ഞാൻ പങ്കു ചേർക്കുകയില്ല. ഇത് ആരാധനയുടെ ഒരു പ്രധാന ഭാഗമെന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള വിഷയമാണ്. അപ്പോൾ വിശ്വാസികളായ നമ്മിൽ നിന്ന് ഈ ആദർശത്തിൻ്റെ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അത് വലിയ നഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു നൽകിയിട്ടുള്ള താക്കീതുകളിൽ ഒന്ന്, ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നബിയെ താങ്കളെടുത്തെങ്ങാനും ശിർക്ക് വന്നു പോയാൽ താങ്കൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും നഷ്ടപ്പെട്ടു പോകും എന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം നഷ്ടമായി തീരുവാൻ മാത്രം ഗുരുതരമായ പാപമാണ്
വലിയ കുറ്റമാണ് പ്രാർത്ഥിക്കുന്നത് അല്ലാഹു അല്ലാത്തവരോടാകുമ്പോൾ. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന റബ്ബിനോട് മാത്രമായിരിക്കണം. ഈ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയത്തിനുള്ള പരിഹാരമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ചില പ്രധാനപ്പെട്ട സംശയങ്ങൾ പലരുമായി ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് മുഴുവൻ ഇന്ന് പരാമർശിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. കാരണം അല്പം വിശദീകരിച്ച് പറഞ്ഞെങ്കിലാണ് കാര്യങ്ങൾ വ്യക്തമാവുക. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമാകണം എന്നത് മൊത്തത്തിൽ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇസ്തിഗാസയല്ലേ മഹാന്മാരായ ആളുകളോട് ചെയ്യാം എന്ന് പണ്ഡിതന്മാർ പറയുന്നത് ഒരു സംശയമാണ്. ഈ സംശയം സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ കേൾക്കുന്ന ഒരു സംശയം തന്നെയാണ്. ഇസ്തിഗാസ എന്ന് പറയും, പ്രാർത്ഥന അല്ലെങ്കിൽ ദുആ എന്ന് പറയും. ഇത് രണ്ടും രണ്ട് സംഗതികളാണ്. പ്രാർത്ഥന പടച്ചവരുടെ ആകാവൂ എന്ന ഒരു തോന്നൽ ഈ ചോദ്യം നൽകുന്ന ആൾക്ക് ഇതുപോലുള്ള ചിന്തിക്കുന്ന ആളുകളുടെ മനസ്സിലുണ്ട്. അവരെ മനസ്സ് സമ്മതിക്കുന്നില്ല. പടച്ചോനല്ലാത്തോട് പ്രാർത്ഥിക്കാം എന്ന് പറയാൻ മനസ്സിനൊരു പ്രയാസമുണ്ട്. അതേ സമയത്ത് മറ്റൊരു സഹായാഭ്യർത്ഥനയാണ് ഇസ്തിഗാസ. സാധാരണ ഭൗതിക ജീവിത ആവശ്യങ്ങൾക്ക് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കാറുണ്ട്, കൊടുക്കാറുണ്ട്. ഇതുപോലെ മരിച്ചവരോട് സഹായം അർത്ഥിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് പൊതുവെ ഇതിൻ്റെ വിവരണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഇസ്തിഗാസയെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബനി ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തി കോപ്റ്റിക് വർഗത്തിൽപ്പെട്ട മറ്റൊരു വ്യക്തിയുമായി കലഹമുണ്ടാക്കുകയായിരുന്നു. അപ്പോൾ മൂസാ നബിയോട് അയാൾ സഹായം ചോദിച്ചിട്ടുണ്ട്. ആ സഹായം മൂസാ നബി അയാൾക്ക് നൽകുകയും ചെയ്തു. അത് മൂസാ നബി ചെന്നു ആ കോപ്റ്റിക് വർഗത്തിൽപ്പെട്ട ആളെ വിളിച്ച് തൻ്റെ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ ബനി ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട വ്യക്തിയെ രക്ഷിച്ചു. ഇവിടെ സാധാരണ മനുഷ്യന്മാർ തമ്മിൽ ചോദിക്കുന്ന ഒരു സഹായമാണ്. ഖുർആൻ പറഞ്ഞു തആവനൂ അലൽ ബിർരി വത്തഖ്വ, നല്ല കാര്യത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിക്കണം എന്ന് പറഞ്ഞു. ഇതിലൊരു അഭൗതികമായ രീതിയിലോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രീതിയിലോ ഉള്ള സഹായമല്ല. അതേസമയത്ത് മരിച്ച ഒരാളോട് സഹായം ചോദിക്കുന്നത് അയാൾ ഇവിടെ വന്നിട്ട് എന്നെ കൈ പിടിച്ച് എൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചു തരും എന്ന വിശ്വാസത്തിലല്ല. ജീവിതകാലത്ത് ഒരാൾ ഡോക്ടറെ സമീപിക്കുന്നു. അതേ ഡോക്ടർ മരിച്ചതിന് ശേഷം അയാൾ കബറിൽ ചെന്നിട്ടോ അല്ലെങ്കിൽ വീട്ടിൻ്റെ അകത്തിരുന്നിട്ടോ ഞാൻ എൻ്റെ ജീവിതകാലത്ത് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ എനിക്ക് മരുന്ന് തന്നിരുന്നു, ഇഞ്ചക്ഷൻ വെച്ച് തന്നിരുന്നു, ഇപ്പം ഇഞ്ചക്ഷൻ വെക്കാൻ ആളില്ല, അതുകൊണ്ട് ഒന്ന് സഹായിച്ചു തരണമെന്ന് പറഞ്ഞാൽ ആ മരിച്ച ഡോക്ടർ അയ്യപ്പനാകാം, കൃഷ്ണനാകാം, വല്ല യേശു ആകാം, പല പേരുള്ള ആളാണ്. അവർ വന്നിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ വെച്ച് തരും എന്ന വിശ്വാസത്തിലല്ല പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് മരിച്ചതിന് ശേഷം മൊയ്തീൻ ഷേഖിനെ വിളിച്ച് കേരളത്തിൽ നിന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് മൊയ്തീൻ ഷേഖ് വരും എന്നിട്ട് കൈ പിടിച്ച് രക്ഷപ്പെടുത്തും എന്ന വിശ്വാസമല്ല. സാധാരണ ഒരു മൊയ്തീൻ വന്ന് സഹായിക്കുന്ന പോലെയല്ല വിശ്വാസമല്ല, മറിച്ച് അഭൗതികമായ ഒരു മാർഗത്തിലൂടെ അതെങ്ങനെ സഹായിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്തരം ഒരു മാർഗത്തിലൂടെ അദ്ദേഹം സഹായിക്കുമെന്നുള്ളതാണ്. അതിന് ഈ വിളിച്ചത് അദ്ദേഹം കേൾക്കണം, കേട്ടാൽ തന്നെ ചെയ്യാനുള്ള കഴിവയാൾക്ക് ഉണ്ടാകണം. ഇങ്ങനെ പല ഘടകങ്ങളും അതിലുണ്ട്. പക്ഷെ രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇത് ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി മക്കയിലെ മുശ്രിക്കുകൾ വലിയ അപകടം നേരിടുന്ന ഘട്ടത്തിൽ അള്ളാഹുവിനോടാണ് സഹായം തേടിയിരുന്നത്. അത് കരയിലാവട്ടെ കടലിലാവട്ടെ വലിയൊരു വിപത്തിലാകപ്പെട്ടു. ആ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെ മുമ്പിൽ അള്ളാഹു മാത്രമേ അവലംബമുള്ളൂ. അതുകൊണ്ട് തന്നെ റബ്ബ് അവരെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരാശയം, ജീവിതത്തിൽ വലിയ വിപത്തുകളിൽ നിങ്ങൾ അകപ്പെടുമ്പോൾ പടച്ചവരെ എന്ന് വിളിച്ച് അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിച്ച് നിങ്ങളെ രക്ഷപ്പെടുത്തിയാൽ പിന്നീട് നിങ്ങൾ എന്തുകൊണ്ട് ശിർക്കിലേക്ക് തിരിച്ചു പോകുന്നു എന്നാണ് റബ്ബ് ചോദിക്കുന്നത്. ഈ പറഞ്ഞ ആയത്തുകളിൽ ഖുർആൻ ഉപയോഗിക്കുന്നത് പ്രാർത്ഥന എന്ന പദമാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും ഈ പദങ്ങൾ വന്നിട്ടുണ്ട്.
അള്ളാഹു ചോദിക്കുന്ന ഒന്ന്, വൈദാ വശിയഹും മൗജുൻ കദ്ദുലൈ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. പർവ്വതങ്ങൾ പോലെയുള്ള തിരമാലകൾ അവരെ പൊതിഞ്ഞാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, പ്രാർത്ഥന അള്ളാഹുവിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് അള്ളാഹുവോട് അവർ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന നിഷ്കളങ്കമാക്കിക്കൊണ്ട് അള്ളാഹു പ്രാർത്ഥിക്കുന്നു. അപ്പൊ പടച്ചോനോടല്ലാത്തവരോടൊന്നും അവർ പ്രാർത്ഥിക്കുന്നില്ല എന്നർത്ഥം. പിന്നെ റബ്ബ് പറയുന്നു ഫലമ്മാ നജ്ജാഹും ഇലൽ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലുള്ള പിന്നീട് അവസ്ഥകളാണ്. ഇവിടെ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതിന് മഹാനായ ഇബ്നു ജരീർ ത്വബരിയെ പോലെയുള്ള പണ്ഡിതന്മാർ കൊടുത്ത വിശദീകരണം ശ്രദ്ധേയമാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? വൈദാ വശിയ ഹാഉലായി മൗജുൻ കൗലൈ, പർവ്വതങ്ങൾ പോലെയുള്ള തിരമാലകൾ വന്ന് മൂടിയാൽ ഫഖാഫുൽ വർഖ, മുങ്ങി മരിക്കുമെന്ന് അവർ ഭയപ്പെടുകയും ചെയ്താൽ ഫസിഉ ഇലല്ലാഹി ബിദ്ദുആ മുഖ്ലിസീന ലഹുദ്ദാ ലാ യുശ്രികൂന ബിഹി ഹുനാക ശൈഅൻ, അവിടെ അവർ ആരെയും പങ്കു ചേർക്കുന്നില്ല. വലാ യദ്ഉന മഅഹു അഹദൻ, ഒരാളോടും അവർ സഹായം തേടുന്നില്ല സിവാഹു അല്ലാഹു അല്ലാത്ത. വലാ യസ്തഗീസൂന ബിഗൈരിഹി, അല്ലാഹു അല്ലാത്ത ഒരാളോടും സഹായം തേടുകയുമില്ല എന്നാണ്. ഇതേപോലെ ധാരാളം ആയത്തുകൾ നമുക്ക് വിശദീകരണം കൊടുത്ത ആയത്തുകളൊക്കെ പരിശോധിച്ചാൽ പ്രാർത്ഥന എന്ന് പറയുന്ന അതേ സ്ഥാനത്ത് തന്നെ ഇവിടെ ഇസ്തിഗാസ എന്ന പദമാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അപ്പൊ ഈ അപകടഘട്ടത്തിൽ അവർ നടത്തുന്ന ദുആ അത് ഇസ്തിഗാസയാണ് എന്ന് പൂർവികരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ ആയത്തുകൾ വിശദീകരിക്കുന്ന ഭാഗത്ത് കൃത്യമായും പറയുന്നത് നമുക്ക് കാണാം. ഒരുപാട് ഉദാഹരണങ്ങൾ ഇത്തരം തഫ്സീറുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാവുന്നതാണ്. മാത്രമല്ല സൂറത്ത് അൻആമിലെ ആയത്ത്, സൂറത്ത് അൻആമിലെ 41-ാമത്തെ ആയത്ത്, ആ ആയത്തിന് KV കൂറ്റനാട് മുസ്ലിയാർ കൊടുത്ത തർജുമയാണ് ഞാൻ വായിക്കുന്നത്. അല്ലാഹു അല്ലാത്തവരോടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുക? അല്ല, അവനോട് തന്നെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപകടമുണ്ടാകുന്ന ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് മാത്രമായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന ആശയം അദ്ദേഹം എഴുതുന്നു. എന്നിട്ട് അദ്ദേഹം കൊടുത്ത വ്യാഖ്യാനം, ബിംബങ്ങൾ മുതലായ പല സാധനങ്ങളും ഇലാഹുകളാണെന്ന് വിശ്വസിച്ച് അവയെ അള്ളാഹുവിനോട് പങ്കുചേർത്ത മുശ്രിക്കുകൾ തങ്ങൾക്ക് വല്ല ഭയങ്കര വിപത്തുകളും നേരിടുമ്പോൾ ആ ഇതര വസ്തുക്കളെ വിട്ട് അവനോട് മാത്രം സഹായം തേടിയിരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ അവന് മാത്രമേ സഹായിക്കാൻ കഴിയൂ എന്നവർ മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത്. താൻ ഉദ്ദേശിച്ചെങ്കിൽ ആ വിപത്തിനെ ഇഹലോകത്ത് വെച്ച് അവരിൽ നിന്ന് അള്ളാഹു അകറ്റിക്കൊടുക്കുകയും ചെയ്തിരുന്നു. ആപത്തുകൾ അകറ്റുവാനുള്ള കഴിവ് അവന് മാത്രമാണെന്ന് മനസ്സിലാക്കിയിട്ടും മറ്റുള്ളവരെ ദിവ്യത്വത്തിൽ ഉലൂഹിയത്തിൽ അവനോട് സമന്മാരാക്കൽ എന്തുമാത്രം മൗഖ്യമാണ് അദ്ദേഹം നൽകിയ വിശദീകരണമാണ്. അപ്പൊ അള്ളാഹുവിന് മാത്രമേ ഇത്തരം ഘട്ടങ്ങളിൽ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ, മറ്റൊരാൾക്കും സാധിക്കുകയില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടും പിന്നെയും അള്ളാഹു അല്ലാത്തവരെ പ്രാർത്ഥിക്കുന്നത് എന്തുമാത്രം വെഡിത്തമാണ് എന്നാണ് അദ്ദേഹം കൊടുക്കുന്ന വിശദീകരണം. അപ്പൊ ഇവിടെയെല്ലാം അള്ളാഹു ഖുർആനിൽ ഉപയോഗിക്കുന്ന പദം പ്രാർത്ഥന എന്നും അതിന് നൽകിയിട്ടുള്ള വിശദീകരണം പണ്ഡിതന്മാർ കൊടുക്കുന്നത് ഇസ്തിഗാസ എന്നുമാണ്. അവ രണ്ടും വേർതിരിയുന്നില്ല. അള്ളാഹു ഈ അപകടഘട്ടങ്ങളിൽ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താണോ അതിനാണ് ദുആ എന്ന് പറയുന്നത്. ആ ഘട്ടങ്ങളിൽ ഇസ്തിഗാസ സഹായം തേടുന്നത് എന്താണോ അതിനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. രണ്ടും ഒരേ സംഗതി തന്നെ. ഈ അപകടം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ രക്ഷയ്ക്ക് വേണ്ടി സഹായം ചോദിക്കുന്നതിന് ഇസ്തിഗാസ എന്നും പറയുന്നു, ദുആ എന്നും പറയുന്നു. രണ്ടും തുല്യമായിട്ടാണ് പണ്ഡിതന്മാർ ഇതിന് പദം ഉപയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇമാം റാസി റഹ്മഹുല്ലാഹ് ഇത്തരം ആയത്തിന്റെ വിശദീകരണത്തിൽ സൂചിപ്പിച്ചൊരു കാര്യം, ഇശാറത്തുൻ ഇലാ അന്നൽ മാനിഅ മിനൽ തൗഹീദി വൽ ഹയാത്തുദ് ദുനിയ വബയാനു ദാലിക ഹുവ അന്നഹും ഇദൻ ഖത റജാഉഹും മിനദ് ദുനിയ റജഉ ഇലൽ ഫിത്രത്തി ഷാഹിദത്തി ബിത്തൗഹീദി വവഹദു വഅഖലസു എന്നാണ്. ഈ അപകടഘട്ടം ഉണ്ടായി ഇനി രക്ഷയില്ല എന്നവർക്ക് ബോധ്യപ്പെടുന്ന ഘട്ടം വരുമ്പോൾ അവർ മനുഷ്യന്റെ പ്രകൃതി സഹജമായ തൗഹീദിലേക്ക് തിരിച്ചു പോകുന്നു. എന്നിട്ട് അള്ളാഹുവിനെ ഏകനാക്കുകയും നിഷ്കളങ്കമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ
തൗഹീദ് അവർ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സന്ദർഭമായിരുന്നു അത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് തൗഹീദ്? മുശ്രിക്കുകൾ അംഗീകരിച്ച അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള തൗഹീദ് എന്താണ്? ഈ അപകടഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് മാത്രം ഇസ്തിഗാസ ചെയ്തു. ആ ഇസ്തിഗാസക്കാണ് അവരംഗീകരിച്ചിട്ടുള്ള ദുആക്കാണ് തൗഹീദ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. പിന്നെ അതിൽ നിന്ന് എന്തുകൊണ്ട് തിരിച്ചു നിങ്ങൾ കരയിലെത്തുമ്പോൾ എന്തുകൊണ്ട് അത് ഉപേക്ഷിച്ചു പോകുന്നു എന്നാണ് റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം. ഇവിടെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം വിപത്ത് ഒരാൾ അഭിമുഖീകരിക്കുകയാണ്. ആ വിപത്ത് അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ സഹായത്തിന് വേണ്ടി ചോദിച്ചാൽ ആ സഹായാർത്ഥനക്ക് ഇസ്തിഗാസ എന്നും ദുആ എന്നും തുല്യമായിട്ടാണ് പണ്ഡിതന്മാരെല്ലാം വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്തിഗാസ എന്ന ഓമന പേരിട്ടത് കൊണ്ട് അത് അനുവദനീയമാകുന്ന ഒരു സംഗതിയും ദുആ എന്നാകുമ്പോൾ പാടില്ല എന്ന സംഗതിയുമായി വേർതിരിയുന്നില്ല. പക്ഷെ ഇത് ആദ്യകാലത്തുള്ള അനുഭവങ്ങളാണ്. പഴയ കാലത്തായിരുന്നു ഇത്തരം ഇസ്തിഗാസ എന്ന് വേറെയും ദുആ എന്ന് വേറെയും രണ്ടായി തിരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് മാറ്റങ്ങൾ വന്നു മാത്രമല്ല, ശിഥിലതന്ത്രങ്ങൾ, ശാന്തി മന്ത്രങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തില് അല്ലാഹു അല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുവാൻ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നതിന് പ്രാർത്ഥിക്കാൻ തെളിവുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. സമീപകാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട മറ്റ് ചില പ്രസിദ്ധീകരണങ്ങളിലും ഈ കാര്യം തുറന്നു പറയുന്നുണ്ട്. അവരെ സൂചിപ്പിച്ചത് ഇസ്തിഗാസ ചെയ്യാൻ പ്രാർത്ഥന പാടില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് പ്രാർത്ഥന തന്നെ ചെയ്യാം, അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, പ്രായം അർത്ഥനയും തമ്മിലുള്ള കൂടിച്ചേർന്നൊരു വാക്ക് എന്നല്ലേ ഉള്ളൂ എന്ന ശൈലിയിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് യാതൊരു മനസ്സാക്ഷിത്വമില്ലാതെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ പറയാൻ മടിയില്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് വിഷയം ഇസ്തിഗാസ എന്ന് പേരിട്ടാലും പ്രാർത്ഥന എന്ന് പേരിട്ടാലും രണ്ടായാലും ഈ ആളുകൾ അവകാശപ്പെടുന്നത് അത് ചെയ്യാം, അതിന് കുറ്റമില്ല, അതിന് തെളിവുകൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള വാദവും അവർ ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. കാരണം അത് കാലാഹരണപ്പെട്ട് കഴിഞ്ഞു. മക്കയിലെ മുശ്രിക്കുകൾ പോലും ഈ വലിയ അപകടമുള്ള ഘട്ടങ്ങളിൽ അള്ളാഹുവിനോടെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്നുള്ളത് മലയാളത്തിൽ ഇസ്തിഗാസ ചെയ്യാമെന്ന് അവകാശപ്പെടുന്ന ആളുകൾ തന്നെ ഇറക്കിയിട്ടുള്ള ഖുർആൻ പരിഭാഷകളുണ്ട്. ആ പരിഭാഷയിൽ പോലും എഴുതി വെച്ച വാചകമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അപ്പൊ കൃത്യമായും അവര് തന്നെ ഒരു യാഥാർത്ഥ്യം തുറന്നു പറയുന്നുണ്ട്, അംഗീകരിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ ഇപ്പൊ അതിനുണ്ടായ ഒരു മാറ്റം, പൗരാണികരായി പണ്ഡിതന്മാർ എഴുതിയ ഗ്രന്ഥങ്ങളും പൂർണ്ണമായും ശരിയല്ല എന്ന വാദമുന്നയിക്കാനാണ് ഇപ്പോൾ ഈ ആളുകൾ മുന്നോട്ട് വരുന്നത്. കാരണം അവർക്കെതിരെ അവര് തന്നെ എഴുതിയ ഗ്രന്ഥങ്ങൾ സാക്ഷിയായി വന്നപ്പോൾ ഖുർആൻ പരിഭാഷയും പൂർണ്ണമായി അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പുതിയ വാദങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സൂചിപ്പിക്കുന്നത് ഒരു കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇത്തരം ഖുർആൻ പരിഭാഷകളുണ്ട്, അതൊരു തവണ വായിച്ചാൽ ഈ വിഷയങ്ങൾ മനസ്സിലാവും. ഇത് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുള്ള ഖുർആൻ പരിഭാഷയാണ്. തഫ്സീറുൽ